ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. ബഹുമാന്യനായ KNM-ൻ്റെയും ISM-ൻ്റെയും MSM-ൻ്റെയും നേതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഹൈസെക് എന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സംഗമം, ഇതിൽ വിജ്ഞാനത്തെക്കുറിച്ചും പ്രത്യേകിച്ച് ധാർമ്മികമായ കാര്യങ്ങൾ ഒരു വിദ്യാർത്ഥിയിൽ ഉണ്ടായാലുണ്ടാകുന്ന നന്മകളെക്കുറിച്ചും നിങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായും വിദ്യാർത്ഥികൾ എന്ന നിലക്ക് ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി വന്നവരുണ്ടാകും, കൂട്ടുകാരുടെ താല്പര്യങ്ങൾ കൊണ്ട് വന്നവരുണ്ടാകും, അധ്യാപകർ നിർദ്ദേശിച്ചതുകൊണ്ട് വന്നവരും ഇവിടെ ഉണ്ടാകും. നമ്മെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധ ഞാൻ കൊണ്ടെത്തിക്കുകയാണ്. ആധുനിക കാലഘട്ടം വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്ത് ഒരുപാട് പുരോഗമിച്ച കാലഘട്ടമാണ്. മുമ്പത്തിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് ബിരുദം നേടിയവരും ബിരുദാനന്തര ബിരുദം നേടിയവരും ഡോക്ടറേറ്റ് നേടിയവരുമൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ സാധാരണമായി മാറിയിരിക്കുന്നു. ജോലി ആവശ്യാർത്ഥം ബീഹാറിൽ നിന്നും ആസാമിൽ നിന്നും വരുന്ന ആൾക്കാർ വരെ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരുണ്ട് എന്നറിയുമ്പോഴാണ് ഈ വിഷയത്തിൻ്റെ വലുപ്പം നമുക്ക് മനസ്സിലാകുന്നത്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരായ മലയാളികളോട് ചോദിച്ചാൽ അവർ പലരും അവരുടെ ഡിഗ്രികൾ, അവരുടെ സർട്ടിഫിക്കറ്റുകൾ കാണിക്കാതെയാണ് അവരുടെ സ്ഥാപനങ്ങളിൽ ജോലി നേടിയിട്ടുള്ളത്. കാരണം വലിയൊരു കമ്പനിയിൽ അവിടുത്തെ ഓഫീസ് ബോയ് എന്നുള്ളൊരു ജോലി, അറ്റൻഡർ എന്ന് പറയുന്നൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എഴുത്തും വായനയും അറിയണം, 10ാം ക്ലാസ് വരെ പഠിക്കാൻ പാടുള്ളൂ. എന്നാൽ അതേ ജോലിക്ക് ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാൾ, ഒരു PG കഴിഞ്ഞ ഒരാൾ അപ്ലൈ ചെയ്താൽ അയാളെ ആ ജോലിക്ക് എടുക്കാൻ പാടില്ല എന്നതാണ് ഇതിൻ്റെ ബോർഡുകളുടെ ഒരു തീരുമാനം. കാരണം ഓവർ ക്വാളിഫിക്കേഷൻ ഈസ് എ ഡിസ്ക്വാളിഫിക്കേഷൻ എന്നാണ്. ഓവർ ക്വാളിഫിക്കേഷൻ ഈസ് എ ഡിസ്ക്വാളിഫിക്കേഷൻ. നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി വന്നപ്പോൾ കൂടുതൽ ആ ജോലിക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ജോലിക്ക് ഇരിക്കാൻ പാടില്ല. കാരണം അവിടെ മാനേജറായിരിക്കുന്ന ആള് ഒരു ഡിഗ്രി പോലും ഇല്ലാതെ പണ്ട് കാലത്ത് ഒരു 10-20 കൊല്ലം മുമ്പ് ഗൾഫ് പോയി സീനിയോറിറ്റി കൊണ്ട് അയാൾ മാനേജറായിരുന്നായിരിക്കും. അവിടെയാണ് ഒരു ഓഫീസ് ബോയ് ആയിക്കൊണ്ട് PG കഴിഞ്ഞ MA കഴിഞ്ഞ ഒരാൾ വന്നിരുന്നാൽ സ്വാഭാവികമായും ഇയാൾക്ക് പ്രശ്നങ്ങളുണ്ടാക്കും. ഇത് വിദേശ രാജ്യങ്ങളിലെ അവസ്ഥയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള അവസ്ഥയും വിഭിന്നമല്ല. ഇപ്പം ഇവിടെ പഠിക്കുന്ന കുട്ടികളുണ്ട്. എൻ്റെ അടുത്ത് പലപ്പോഴും പല ഇൻ്റർവ്യൂകൾക്ക് വേണ്ടിയിട്ട് വരുന്ന കുട്ടികളോട് നമ്മൾ ചോദിക്കാറുണ്ട്, അവരാവശ്യപ്പെടുന്ന ശമ്പളം എത്രയെന്ന് ചോദിക്കുമ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് സാധാരണ ചോദിക്കും, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സാലറി എത്രയെന്ന് ചോദിക്കും. അപ്പോൾ നമ്മളൊരു സംഖ്യ പറയും, അതിൻ്റെ ഒരു പകുതിയോ മറ്റോ ഒരു തരും. അങ്ങനെയാണ് സാധാരണ ഉണ്ടാകുക. പക്ഷെ ഈ പറയുന്ന ജോലിയുടെ ശമ്പളം പോലും വളരെ ചെറിയ തുക പറയുന്ന BTech കഴിഞ്ഞ BDS കഴിഞ്ഞ എഞ്ചിനീയർമാരും ഡോക്ടർമാരും നമ്മുടെ നാട്ടിലുണ്ട്. ഇത് ഞാൻ പറയാനുള്ളൊരു കാരണം, ഇപ്പം ഇവിടെ 10ാം ക്ലാസ്സിലോ 11ലോ 12ലോ പഠിക്കുന്ന കുട്ടികളെ നോക്കിക്കൊണ്ട്
ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ ജോലി ഇല്ലാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി മതിയപ്പ എന്ന് പറഞ്ഞത് പൂട്ടിവെക്കാൻ വേണ്ടി പറയുന്നതല്ല. മറിച്ച് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുള്ള കോമ്പറ്റീഷൻ, നമ്മൾ നിലനിൽക്കുന്ന സമൂഹത്തിലെ ഇതിൻ്റെ മത്സരം എത്രയെന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് IAS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ പോകുന്ന കുട്ടികളുടെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. ഓൾ ഇന്ത്യ ലെവലിൽ നടത്തിയൊരു പരീക്ഷ കേരളത്തിലും പല കേന്ദ്രങ്ങളും നടത്തി. 5ലും 6ലും പഠിക്കുന്ന കുട്ടികളാണ് IAS പരീക്ഷയുടെ പ്രീ കോച്ചിങ് പരീക്ഷയുടെ എൻട്രൻസ് പരീക്ഷ എഴുതാൻ പോകുന്നത്. നമ്മുടെ പല ആൾക്കാരും 10ാം ക്ലാസ്സും കഴിഞ്ഞു, +2 കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഈ എന്തിനാ പോണ്, ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിനാ, എന്നാ ഞാനും പോവാണ്. 12ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. അതല്ലെങ്കിൽ നീ എന്തിനാ പോണ്, ഞാൻ ഡിഗ്രിക്ക് പോകാൻ നിൽക്കുകയാണ്, എന്നാ ഞാനും പോട്ടെ എന്ന് പറയുന്ന ഒരു രൂപത്തിലാണ് പല കുട്ടികളും പല വിദ്യാർത്ഥികളും, പ്രത്യേകിച്ച് നമ്മുടെ മലബാർ മേഖലയിലുള്ള വിദ്യാർത്ഥികൾ നിൽക്കുന്നത്. ഇവിടെയാണ് എനിക്ക് വളരെ കൃത്യമായി MSM പോലുള്ള ഒരു സംഘടന ഈ വിഷയങ്ങളിൽ ഇടപെടേണ്ടതിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിൻ്റെ മതപരമായ കാര്യങ്ങളും ധാർമ്മികമായ കാര്യങ്ങളും ഒക്കെ ഇൻഷാ അല്ലാഹ് ഇനി ഒരുപാട് പണ്ഡിതന്മാർ നിങ്ങളോട് ക്ലാസ് എടുക്കാനുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളൊരു വിദ്യാർത്ഥി എന്ന നിലക്ക് ഇപ്പോൾ വളരുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും ഗൗരവമായ കുറേ ചിന്തകളുണ്ട്. പെരിനേറ്റോളജി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. പെരിനേറ്റോളജി എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിൻ്റെയും അതിനുശേഷമുള്ള പ്രസവിച്ച ഉടനെയുള്ള 7 ദിവസത്തിനെ കുറിച്ചുമുള്ള പഠനത്തെയാണ് പെരിനേറ്റൽ സയൻസ് അല്ലെങ്കിൽ പെരിനേറ്റോളജി എന്ന് പറയുന്ന സയൻസ്. അതിൽ പറയുന്നത്, ഒരു ഗർഭിണിയായ മാതാവ് അവർ ഗർഭസമയത്ത് അവരുടെ ആലോചനകൾ, അവരുടെ ചിന്തകൾ, അവരുടെ ബുദ്ധിയിൽ വരുന്ന പല കാര്യങ്ങളും ഈ കുട്ടിയുടെ വിചാരങ്ങളെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് എന്നാണ്. വിചാരങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഗർഭിണിയായ സമയത്ത് ഒരു മാതാവ് കുറച്ച് ലോജിക്കൽ മാത്തമാറ്റിക്സ്, കണക്കിനോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളുണ്ടാവുമല്ലോ, ഈ പദപ്രശ്നം, അതല്ലെങ്കിൽ ഈ നമ്മൾ കണക്ക് കൂട്ടിയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ലോജിക്കിനോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഇത് ചെയ്യുന്ന ഒരു ഉമ്മയാണെങ്കിൽ, ഒരു മാതാവാണെങ്കിൽ, ആ മാതാവിൻ്റെ കുട്ടിക്ക് ബുദ്ധിയുടെ വളർച്ച വളരെയേറെ ആയിരിക്കുമെന്നാണ് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ടെന്നാൽ ഗർഭകാലത്തുള്ള നമ്മുടെ ഓർമ്മകളും നമ്മുടെ ചിന്തകളും നമ്മുടെ സ്വാധീനങ്ങളും മാതാവ് എങ്ങനെ ആലോചിക്കുന്നു എന്നുള്ളത് കുട്ടിയുടെ തലച്ചോറിൻ്റെ വളർച്ചയെ ബാധിക്കുന്നു. നിങ്ങളിൽ കൂടുതൽ പേർക്കും അറിയാത്ത ഒരു രഹസ്യം കൂടിയുണ്ട്. മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ വളർച്ച ഏകദേശം ഒരു 90% 2 വയസ്സിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആകും. 2 വയസ്സിൻ്റെ ഉള്ളിൽ മനുഷ്യ തലച്ചോറിൻ്റെ ഏതാണ്ട് 90% വളർച്ച പൂർണ്ണമായി മാറുന്നു. അപ്പം അതിൽ നിന്ന് നമ്മൾ അറിയേണ്ടത്, ഗർഭം മുതൽ 2 വയസ്സ് വരെ ഈ കുട്ടിക്ക് കൊടുക്കുന്ന പരിചരണവും പരിശീലനവുമാണ് പിൽക്കാലത്ത് ഈ കുട്ടിയുടെ ബുദ്ധിയെയും ധിഷണയെയും ചിന്തയെയും ബാധിക്കുന്നത് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ അറിയേണ്ടത്. പലപ്പോഴും ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് വരുന്ന ഒരുപാട് തകരാറുകളുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് എൻട്രൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ അയക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ കുട്ടികളുടെ ആലോചന നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പലപ്പോഴും പ്രസവിച്ച ഉടനെ കുട്ടി കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് നമ്മൾ പ്രത്യേകതരം പാട്ടുകൾ കേൾപ്പിച്ചു കൊടുക്കുന്നു. അതല്ലെങ്കിൽ പ്രത്യേകമായ ചില TV സീരിയലുകളോ സിനിമകളോ വെച്ചു നിന്നാൽ കുട്ടി അനങ്ങാണ്ടെങ്ങനെ നിൽക്കുന്നു. ഈ കുട്ടിയുടെ മനസ്സിൽ, ഈ കുട്ടിയുടെ വളരുന്ന തലച്ചോറിനകത്ത് ഈ ബിംബങ്ങൾ കൂടി കിടക്കുകയാണ്. ഞാനൊരു ചെറിയൊരു തമാശ കൂടി പറയട്ടെ. ഇപ്പം സാധാരണ ഈ 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികൾ ഉപയോഗിക്കുന്ന കട്ടിയുള്ള ചില ബുക്കുകളുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു കാർഡ്ബോർഡ് പോലെയുള്ള ബുക്കിൽ കുറേ നമ്മളെ താറാവിൻ്റെയും പശുവിൻ്റെ ഒക്കെ ചിത്രമുള്ള കുറച്ച് കട്ടിയുള്ള പുസ്തകങ്ങളുണ്ട്. ഞാനൊരു വീട്ടിൽ പോയപ്പോൾ 1 വയസ്സുള്ള ഒരു കുട്ടി ഇത്തരം ഒരു ബുക്ക് മേശം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ കുട്ടി ഒരു വിരൽ കൊണ്ട് ഈ ഫ്രണ്ട് പേജ് ഇങ്ങനെ ആക്കുകയാണ്. ഞാൻ അതിശയത്തോടെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. ഒരു ബുക്ക്, ഈ കുട്ടി ബുക്കും എങ്ങനെ തോണ്ടുകയാണ്, തടവാണ്. അപ്പം ഈ കുട്ടിക്ക് പരിചയം ഐപാഡിലോ
ഫോണിലോ ഒരു ഫോട്ടോ മാറണമെങ്കിൽ ഇങ്ങനെ ആക്കണല്ലോ. ഇത് മറിക്കേണ്ട ഒരു സാധനമാണെന്നുള്ള ഒരു ധാരണ പോലും ഈ കുട്ടിക്ക് വരുന്നതിന് മുമ്പ് ചിത്രങ്ങൾ കിട്ടണമെങ്കിൽ, അടുത്ത ചിത്രം വരണമെങ്കിൽ ഇതിനെ തോണ്ടലാണ്, തലോടലാണ്, മറിക്കലല്ല എന്നാണ് ഈ കുട്ടിയുടെ ചിന്ത. ഈ കുട്ടിയോട് നമ്മൾ പിന്നെ എന്താണ് പറയാൻ പോകുന്നത്? ഈ കുട്ടിയുടെ വളർച്ചയിൽ നമുക്ക് എന്താണ് പഠിക്കാൻ പോകുന്നത്? അപ്പൊ അതുകൊണ്ടാണ് ഈ രംഗത്ത് ന്യൂറോ ഫിസിയോളജി എന്ന് പറയുന്ന വിഭാഗത്തിൽ ഗവേഷണം നടത്തുന്ന വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, ചെറിയ പ്രായത്തിൽ TV കാണുന്ന കുട്ടികൾക്ക് മെമ്മറി പവർ വളരെ കുറവായിരിക്കും. ചെറിയ പ്രായത്ത് സിനിമകൾ കാണുന്ന കുട്ടികൾക്ക് അവരുടെ തലച്ചോറിലെ പല ഭാഗങ്ങളും ഉപയോഗപ്പെട്ടു പോയിട്ടുണ്ടാകും. കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങളെ വീട്ടിൽ ഒരു TV ഉണ്ടെന്ന് കരുതുക. നിങ്ങളുടെ പ്രായം ചെന്ന നിങ്ങളൊരു ബന്ധു ആ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പഴയ ഒരു സിനിമ ആ TV കാണുന്നുണ്ട്. ഇയാള് ഒരു 40 കൊല്ലം മുമ്പോ 30 കൊല്ലം മുമ്പോ കണ്ട ഒരു സിനിമയാണ്. വന്ന ഉടനെ ഇരുന്നിട്ട് അയാൾ നോക്കിയിട്ട് പറയും, ഈ സിനിമ ഇതല്ലേ, ഇതിന്റെ അവസാനം ഇങ്ങനെയല്ലേ, ഇതിൽ ഇങ്ങനെ വിഷയങ്ങളില്ലേ എന്ന് ഇയാളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരും. ഇതിന് കാരണം എന്താ? കഴിഞ്ഞ 30 കൊല്ലമായി ഈ മനുഷ്യന്റെ തലച്ചോറിന്റെ അകത്ത് ഈ സിനിമ ഫീഡായി കിടക്കുകയാണ്. ഇനി ഇവിടെ കമ്പ്യൂട്ടർ അറിയുന്ന ആൾക്കാര് കുട്ടികളുണ്ടല്ലോ, ഇപ്പൊ എല്ലാവർക്കും ഏകദേശം കമ്പ്യൂട്ടർ അറിയുന്നതാണ്. ഞാനത് ചോദിക്കട്ടെ, നിങ്ങളെ വീട്ടിലുള്ള ഒരു ലാപ്ടോപ്പിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും തന്ന വീഡിയോ ബേസായ ദൃശ്യങ്ങളുള്ള വീഡിയോ ഉള്ള ഒരു DVD ഒരു 5-6 തന്നു. അത് നിങ്ങളോട് നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൽ ഫീഡ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ ഈ വീഡിയോ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6-7 DVD ഫീഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ലാപ്ടോപ്പിൻ്റെ മെമ്മറി കുറഞ്ഞു വരും. ശരിയല്ലേ? കുറയും. ഇതിൻ്റെ കാരണം എന്താ? വീഡിയോ ചിത്രങ്ങൾക്ക്, സിനിമകൾക്ക്, ചലിക്കുന്ന കാര്യങ്ങൾക്ക് വളരെ കൂടുതലായ മെമ്മറി ഉപയോഗിക്കപ്പെടുന്നു. എന്നാൽ നേരെ തിരിച്ച് നിങ്ങളുടെ സ്കൂളിലോ കോളേജിലോ ഉള്ള ലൈബ്രറിയിലെ മുഴുവൻ പുസ്തകങ്ങളും ടെക്സ്റ്റ് ഫോർമാറ്റിലാക്കിയാൽ, ടെക്സ്റ്റ് ഫോർമാറ്റ് അറിയില്ലേ, നമ്മൾ ടൈപ്പ് ചെയ്താൽ കിട്ടുന്ന ടെക്സ്റ്റ് ഫോർമാറ്റിലാക്കിയാൽ നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു പെൻഡ്രൈവിൻ്റെ ഒരു 2 GB-യിലോ 3 GB-യിലോ മുഴുവൻ പുസ്തകങ്ങളും ഒതുങ്ങിക്കിട്ടും. പക്ഷെ ഒരു സിനിമയുടെയോ വീഡിയോയുടെയോ ഒരു DVD നിങ്ങളുടെ ഹാർഡ് ഡിസ്കിനെ മുഴുവൻ മെമ്മറിയും സ്വാധീനിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ അർത്ഥം നമ്മുടെ തലച്ചോറിലേക്ക് ചിത്രങ്ങളും വീഡിയോകളും സിനിമകളും ദൃശ്യങ്ങളും കയറി വരുമ്പോൾ അവിടെ കയറേണ്ട മാത്തമാറ്റിക്സോ, അവിടെ കയറേണ്ട ഇംഗ്ലീഷോ, അവിടെ കയറേണ്ട അറബിയോ ഖുർആനോ സ്പേസ് ഇല്ല. മെമ്മറി ഫുൾ എന്ന് കാണിക്കും. ചില ഫോണിലൊക്കെ ഉണ്ടാവില്ലേ, ഡൗൺലോഡ് ചെയ്യാൻ നിൽക്കുമ്പോൾ മെമ്മറി ഫുൾ എന്ന് പറഞ്ഞാൽ ഇനി അവിടെയുള്ള എന്തോ കുറച്ച് കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്താൽ മാത്രമേ അവിടെ കയറാൻ പറ്റുകയുള്ളൂ എന്ന്. ഞാനിത് പ്രത്യേകിച്ച് കുട്ടികളോട്, വളർന്നു വരുന്ന MSMകാരോട് പറയാനുള്ളൊരു കാരണം, ഇത് ഒരു വലിയ സത്യമാണ്. നമ്മുടെ തലച്ചോറിൻ്റെ കപ്പാസിറ്റിക്ക് കൂടുതലായ വീഡിയോകളും ദൃശ്യങ്ങളും അനാവശ്യമായ കാര്യങ്ങളും നമ്മൾ കയറ്റി വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് പൈത്തഗോറസിന്റെ സിദ്ധാന്തമോ ന്യൂട്ടന്റെ പ്രിൻസിപ്പിളോ അല്ലെങ്കിൽ ഹാർട്ടിന്റെ പമ്പോ കയറണമെങ്കിൽ കുറച്ച് മെനക്കെടായിരിക്കും. അതാണ് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഏറ്റവും വലിയൊരു തകരാറ്. എന്തു പഠിക്കണം എന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, എന്നാൽ എങ്ങനെ പഠിക്കണം എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ പലപ്പോഴും ഇതിനോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സെമിനാറുകളിലൊക്കെ സംബന്ധിക്കുമ്പോൾ അവിടെയൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങളെ കുട്ടി ഏതുതരം മെമ്മറി ഉള്ള ആളാണ്? ഇപ്പം ഇവിടെ ചോദിക്കുന്ന ആൾക്കാർ, ഇപ്പം സമയമില്ല, നമ്മൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഉദ്ഘാടനം മറ്റു പരിപാടികൾ ഉണ്ടായതുകൊണ്ടാണ്. വളരെ വിശദമായി നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണിത്. ഇവിടെ ഇരിക്കുന്ന ഒരു കുട്ടിയോട് ചോദിക്കുകയാണ് നമ്മൾ, നിങ്ങളുടെ മെമ്മറി ടൈപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങനെ ഒരു ടൈപ്പ് എന്ന് കേട്ടിട്ടില്ല എന്ന് പറയാം. അപ്പോൾ കുറച്ചും കൂടി വിശദീകരിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കും, നിങ്ങൾക്കുള്ളത് പേജ് മെമ്മറി ആണോ ടെക്സ്റ്റ് മെമ്മറി ആണോ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പേജ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പോൾ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചു, നമ്മളോട് സ്കൂളിലുള്ള ഒരു പദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ ആദ്യം കയറി വരുന്നത് ആ പദ്യത്തിന്റെ പേജും
ആ പദ്യത്തിലുള്ള ചിത്രവും അതിൻ്റെ മൂലക്കൽ നമ്മൾ കുറിച്ചിട്ട് എന്തോ ഒരു അക്ഷരമാണ്, ആ പേജ് മെമ്മറിയാണ് വരുന്നത് എങ്കിൽ നമ്മുടെ ഓർമ്മ ഒരു ലിമിറ്റഡ് ആയ ഭാഗത്താണ് നിൽക്കുന്നത്. എന്നാൽ ടെക്സ്റ്റ് മെമ്മറി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നിങ്ങൾക്ക് ആ പാഠം, ആ പദ്യം, അതല്ലെങ്കിൽ നിങ്ങൾ അതിൽ പഠിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ടെക്സ്റ്റാണ് നിങ്ങളുടെ തലയിലേക്ക് കയറിയതെങ്കിൽ വളരെ പെട്ടെന്ന് എങ്ങനെ കുഴക്കി ചോദിച്ചാലും നിങ്ങൾക്കത് പറയാൻ സാധിക്കും. പേജ് മെമ്മറി ഉള്ള ആൾക്ക് ഇതേ ചോദ്യം ഒന്ന് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ബബ്ബ എന്ന് പറയും. കാരണം എന്താ? ഇവന്റെ മനസ്സിൽ ഈ പേജിന്റെ ചിത്രം ഫോട്ടോസ്റ്റാറ്റ് എടുത്തു വെച്ചതാണ്. എന്നാൽ ടെക്സ്റ്റ് മെമ്മറി ഉള്ള ആൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ടെക്സ്റ്റാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇതിന്റെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ പേജ് മെമ്മറി ഉള്ള കുട്ടികളെ വളരെ പെട്ടെന്ന് ടെക്സ്റ്റ് മെമ്മറിയിലേക്ക് മാറ്റിയിട്ടില്ലെങ്കിൽ ഇവർക്ക് കൂടുതൽ പഠിക്കുന്ന കോഴ്സിന് പോകാൻ കഴിയില്ല. കാരണം ഇപ്പൊ MBBS-നോ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കേണ്ട കിതാബുകൾ തന്നെ ഇത്ര കട്ടിയുള്ള ബുക്കുകളാണ് ഉണ്ടാവുക. ഈ ബുക്കുകൾ മുഴുവനും കൂടി പേജ് മെമ്മറിയിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് തലച്ചോറിൽ കയറ്റി വെക്കാൻ കഴിയില്ല. അപ്പൊ ടെക്സ്റ്റ് മെമ്മറിയിലേക്ക് മാറണം. എനിക്ക് നിങ്ങളോട് ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഇതാണ് സത്യം പറഞ്ഞാൽ ഒരു അധ്യാപകന്റെ, ഒരു ഇൻസ്ട്രക്ടറുടെ, ഒരു പരിശീലകന്റെ ലക്ഷ്യം. ആ ബുക്കിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ മറിച്ചിട്ട് ഇന്ന് നമ്മൾ എടുക്കുന്നത് 5ാം പാഠമാണ് എന്ന് പറഞ്ഞാൽ ആ പാഠം വായിക്കലല്ല. മറിച്ച് എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടിക്ക് അവനിത് മനസ്സിലാകണമെങ്കിൽ ഞാൻ ഉപയോഗിക്കേണ്ട ടൂളുകൾ, ഞാൻ ഉപയോഗിക്കേണ്ട സങ്കേതങ്ങൾ ഇതാണ് എന്ന് നമ്മൾ പഠിക്കണം. ഇവിടെയാണ് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം അതിൻ്റെ പ്രായോഗിക രംഗത്തുള്ള ഒരു പരാജയത്തെ അതിജയിക്കാൻ MSMന് സാധിക്കേണ്ടതുണ്ട്. ഞാനിത് പറയാനുള്ള കാരണം ബോധപൂർവം പറയാണ്. ഇപ്പം എൻ്റെ ചെറുപ്പത്തിൽ ബഹുമാന്യനായ നമ്മുടെ CP ഉമർ സുല്ലമി ആയിരുന്നു ഞങ്ങളുടെ ചമ്മാട് സലഫി മസ്ജിദിലെ ഞങ്ങളുടെ ഖത്തീബ്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഒരു 10-18 വർഷത്തോളം ചമ്മാട് അദ്ദേഹത്തിൻ്റെ ഖുതുബയാണ് നമ്മൾ ചെറുപ്പം മുതൽ തന്നെ ഏകദേശം നമ്മൾ MSMന്റെ കാലഘട്ടത്തിലൊക്കെ ഉമർ സുല്ലമിയുടെ ഖുതുബയാണ് നമ്മൾ കേൾക്കുക. ആ കാലഘട്ടത്തിൽ നമ്മളൊരു സ്കൂൾ വിദ്യാർത്ഥിയായ സമയത്ത് MSMലേക്ക് നമുക്കൊരു താല്പര്യം വന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അന്നുണ്ടായിരുന്ന MSM ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം, എല്ലാ ദിവസവും വൈകുന്നേരം 5 മണി മുതൽ ഇശ വരെ സൗജന്യ ട്യൂഷൻ എന്ന് പറഞ്ഞിട്ട് MSM ഒരു പരിപാടി നടത്തിയിരുന്നു. ഇപ്പം ഈ കാലഘട്ടത്തിൽ അത് MSM നടത്തുന്നുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. MSMന്റെ നേതാക്കന്മാർ മേഖലാ അടിസ്ഥാനത്തിലും ജില്ലാ അടിസ്ഥാനത്തിലൊക്കെ അവിടെയുള്ള നേതാക്കന്മാർ ഇവർ വൈകുന്നേരം വരികയും ഒരു 5-10 കുട്ടികൾ അവരുടെ ബുക്കുമായി വന്നിട്ട് നമ്മളെ മദ്രസയിലിരിക്കും, ചമ്മാട് സലഫി മദ്രസയിലിരിക്കും. അവിടെ ഇരുന്നിട്ട് ഇവർ അവിടെ ഇരുന്ന് പഠിക്കുക. കുറച്ച് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന രൂപത്തിലുള്ള MSMന്റെ ആൾക്കാർ അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക, അത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ പല സാധനങ്ങളും ഇപ്പൊ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, അധ്യാപകർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതിനേക്കാൾ നന്നായി സീനിയർ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റും. അത് മനസ്സിലാക്കാനുള്ള എളുപ്പമാർഗം ഇന്നും കാര്യങ്ങൾ കൂടി ചെയ്താൽ അത് മനസ്സിലാകുമെന്ന് പറയാം. അപ്പോൾ ഉദാഹരണത്തിന് മാത്തമാറ്റിക്സ് ആണെങ്കിൽ, അതല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള ഏതെങ്കിലും ഭയങ്കര കുറച്ച് കടുകട്ടിയായ കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, MSMന്റെ വളരെ ജാജ്വലമായ, വളരെ ഉഷാറായി നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ MSM ചെയ്തിരുന്നത് ഈ പറയുന്ന അവിടെ പഠിക്കുന്ന സ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളോട് പറയും, വൈകുന്നേരം നിങ്ങൾ നമ്മുടെ മദ്രസയിലേക്ക് വരിക, നിങ്ങളെ ബുക്ക് കൊടുത്തോ. എന്നിട്ട് ഒരാൾ അവിടെ ഇങ്ങനെ ക്ലാസ് എടുക്കലൊന്നുമല്ല, ട്യൂഷൻ സെന്ററിലെ പോലെ ഇങ്ങനെ പഠിപ്പിക്കലൊന്നുമല്ല, ഒരാൾ അവിടെ ഇങ്ങനെ ഇരിക്കും. അദ്ദേഹത്തോട് നമുക്ക് പോയിട്ട് ചോദിക്കാം, ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇതിൻ്റെ വിശദീകരണം എന്താണ്. ഇപ്പം മദ്രസ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, നമ്മളൊക്കെ വീട്ടിലുള്ള വിദ്യാർത്ഥികൾ വന്നിട്ട് നമ്മളോട് ചോദിക്കും, ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് ചോദിക്കും. അപ്പം ആദ്യം തന്നെ ഇപ്പം പല മദ്രസകളിലും ആദ്യം തന്നെ ഉത്തരം ബ്രാക്കറ്റിലാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ടീച്ചർമാർ, എളുപ്പവഴിക്ക് വേണ്ടിയിട്ട്. ഈ കുട്ടിൻ്റെ ബുക്കിൽ ആദ്യം എഴുതി കൊടുത്തിട്ടുണ്ട് 1 ഇത് മുതൽ ഇതുവരെയുള്ള സാധനം പകർത്തി എഴുതിയാൽ മതി, എന്നാൽ ആ പാഠം കഴിഞ്ഞു. ഇതാണോ ശരിക്കും നമ്മൾ പഠിക്കേണ്ടത്? നമ്മൾ പഠിക്കേണ്ടത് ഒരു വിഷയം പഠിക്കുമ്പോൾ, ഇപ്പോൾ KNMന്റെ മദ്രസകളുടെ സിലബസിൽ നിന്ന് നമ്മൾക്കൊരു ഉദാഹരണം പറയാം. ഒരു വിഷയം പഠിക്കുമ്പോൾ നമ്മൾ ആ വിഷയത്തിൻ്റെ ചോദ്യോത്തരത്തിന് മറുപടി എഴുതാൻ വേണ്ടിയല്ല നമ്മൾ പഠിക്കേണ്ടത്, മറിച്ച് ആ വിഷയത്തിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സത്യസന്ധത എന്ന് പറഞ്ഞാൽ ഇന്ന വിഷയമാണ്, അതിന് റസൂൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ഖുർആനിലുള്ള ആയത്ത് ഇങ്ങനെയാണ്, അവസാനം ഞാൻ എന്താകണം, സത്യസന്ധന്മാരിൽ പെടണം എന്ന്. പലപ്പോഴും ഇതിൽ പറ്റുന്ന ഏറ്റവും വലിയ
ഒരു അപകടം. നമ്മൾ പല മദ്രസകളിലും പല സ്കൂളുകളിലുമൊക്കെ ഇതിൻ്റെ ഭാഗത്തിൽ നിന്ന് കുട്ടികൾക്ക് താല്പര്യം നഷ്ടപ്പെടുകയാണ്. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഒരു മദ്രസയിൽ നടന്ന ഒരു സംഭവമാണ്. മദ്രസയിൽ ടീച്ചർ, ഇപ്പോൾ പല മദ്രസകളിലും ടീച്ചർമാരാണല്ലോ, വനിതാ ടീച്ചർമാർ. ഈ ടീച്ചർമാർ ചോദിക്കുകയാണ്, ഇന്ന് സുബൈക്ക് പള്ളി പോകാത്ത ആൾക്കാർ ഒക്കെ എണീറ്റ് നിൽക്കുകയാണ്. ഒരു 10-15 കുട്ടികളുടെ ഒരു ക്ലാസ്സാണ്. അപ്പം അതിൽ 3 കുട്ടികൾ എണീറ്റുന്നു, പള്ളി പോകാത്തവർ. ഇവിടെ വരുന്നു. ഈ ടീച്ചർ വടി എടുത്തിട്ട് 3 ആൾക്ക് നല്ല 2-3 പെട. വേദനയോട് കൂടി കുട്ടികൾ അവിടെ തന്നെ പോയിരുന്ന് ഇരുന്നിരുന്ന ആളോട് ചോദിച്ചു, ഈ പള്ളി പോയിനാ? അഭിനന്ദനി എണീറ്റിക്കാഞ്ഞ്? എണീറ്റുന്നാ തല്ലിട്ടെന്ന് എനിക്കറിയില്ലേ? ഈ കുട്ടി ചോദിക്കണേ, എണീറ്റ് നിന്നാൽ അടി കിട്ടും എന്ന് എനിക്കറിയല്ലോ, നീ പൊട്ടനായതുകൊണ്ട് എണീറ്റ് നിന്നല്ലേ അടി വാങ്ങിയില്ലേ എന്ന്. ഈ കുട്ടിക്ക് ഈ ടീച്ചർ, ഈ സിസ്റ്റം കൊടുക്കുന്ന ഒരു ഉപദേശം എന്താ? പള്ളിക്ക് പോയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, പള്ളിക്ക് പോയിട്ടില്ല എന്നുള്ള സത്യം പറഞ്ഞാൽ അടിമേത്ത് വീഴുന്നു. ആലോചിക്കൂ. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു ഒരു സിസ്റ്റത്തിൽ നമ്മൾ സത്യസന്ധത വരണമെങ്കിൽ, നമുക്ക് വിശ്വാസ്യത വരണമെങ്കിൽ, നമ്മുടെ അധ്യാപകരും നമ്മുടെ നേതാക്കളും നമ്മുടെ മുമ്പിൽ നടക്കുന്ന ആൾക്കാരും ആ സത്യസന്ധതയുടെ വക്താക്കളാകണം. അല്ല കുട്ടികളോട് നമ്മളിങ്ങനെ കുറെ അങ്ങനെ ആക്കരുത് ഇങ്ങനെ ആക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇതിങ്ങനെ കുറച്ച് കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ എങ്ങനെയാണ് ഈ രംഗത്തേക്ക് പോകേണ്ടത് എന്ന്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി ഇല്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയുകയില്ല. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത്, ഇപ്പം പല ആൾക്കാരും പഠിക്കുന്നത് ഒന്നാമതാകാൻ വേണ്ടി മാത്രമല്ല, ഒറ്റയ്ക്ക് ഒന്നാമതാകണം. 5 കുട്ടികൾക്ക് 1-ാം റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ 5 ആളെ മുഖത്തും ഒരു സന്തോഷമില്ല. കാരണം എന്താ? 5 ആൾക്ക് 1-ാം റാങ്ക് കിട്ടിയപ്പോൾ ഞാനും അതിൽ പെട്ടു. എന്നാൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് 1-ാം റാങ്ക് കിട്ടിയാൽ ഓനിങ്ങനെ തെളിഞ്ഞു നിൽക്കും, ഞാൻ 1-ാം റാങ്കാണ്, ഒറ്റക്കാണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ എൻട്രൻസുകൾ, കോമ്പറ്റീറ്റീവ് എക്സാമുകൾ നമുക്ക് നൽകുന്നത് ഒറ്റക്കെത്തണം. ഒപ്പം നിൽക്കുന്ന ആൾക്ക് തെറ്റു പറഞ്ഞു കൊടുത്താൽ ഓൻ്റെ റാങ്ക് താഴത്തേക്ക് പോകും. ഇതാണ് ചിന്ത. ഇതാണ് പല സെന്ററുകളിലും പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഇവൻ എന്നോട് ഇത് എ ആണോ ബി ആണോ എന്ന് ചോദിച്ചാൽ ഓന് പറഞ്ഞു കൊടുക്കേണ്ടത് സി എന്നാണ്. ഓൻ സി എഴുതിയാൽ ഓൻ്റെ റാങ്ക് താഴത്ത്, നമ്മൾ എ എന്നുള്ള ശരി ഉത്തരം എഴുതി. ഈ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്? നമ്മുടെ വീട്ടിൽ അതിനുള്ള സാഹചര്യമുണ്ടോ? ഇന്ന് ഭൂരിപക്ഷം വീടുകളിലും മാരുവാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ, നിസ്കരിച്ചു കഴിഞ്ഞാൽ TV-യുടെയും പാട്ടിൻ്റെയും കഥാപ്രസംഗത്തിൻ്റെയും ഒക്കെ തമാശകൾ വീട്ടുകാരിങ്ങനെ കാണുക. മോനോട് പറയാ, എടാ നിനക്ക് പരീക്ഷയില്ലേ, ഞാൻ ഔത്തുപോ. ഓൻ വായിലടച്ചിട്ട് അകത്തിങ്ങനെ ഇരിക്കും. അവനറിയാം ഇപ്പൊ നടക്കുന്ന കാര്യം ഇതാണ്, TV-യിൽ ഇതുണ്ട്. ഇവന്റെ ശ്രദ്ധ മുഴുവൻ TV-യിലേക്ക് പുസ്തകം മറിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് അവന് ഫോണിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാധനത്തിൽ പാട്ടോ സാധനമോ അങ്ങനെ നോക്കിയിരിക്കും. ഇത് നമ്മൾ മാറണം. നമ്മുടെ കുട്ടി പഠിക്കണമെങ്കിൽ, നമ്മുടെ കുട്ടി ബുദ്ധിശാലിയായ വിവേകമതിയായി പഠിക്കണമെങ്കിൽ പാരൻസ് കൂടെ ഇരുന്ന് കൊടുക്കണം. കൂടെ ഇരിക്കുക. ഉമ്മാക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നും വേണ്ട, വെറുതെ ഓൻ്റെ കൂടെ ഇരുന്നാൽ മതി. ഇപ്പൊ നമ്മളൊക്കെ ചെറുപ്പത്തിൽ സ്കൂൾ പഠിക്കുമ്പോൾ നമ്മളെ ഉമ്മമാര് SLC പരീക്ഷയ്ക്കൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരീക്ഷയ്ക്കൊക്കെ എത്രയോ ദിവസങ്ങൾ നമ്മുടെ ഉമ്മമാരും പെങ്ങന്മാരും നമ്മുടെ കൂടെ ഇരിക്കും. കാരണം അത് TV ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ഇവരിക്കും നമ്മുടെ കൂടെ ഇരുന്ന് സജീവമായി നമുക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകും. അങ്ങനെ പ്രോത്സാഹനങ്ങൾ കിട്ടി വരുന്ന ആൾക്കാർക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയും, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഈ പാഠം എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ വെറുതെ കാണാപ്പാഠം പഠിക്കണ്ട. ഇവിടെ ഈ കാണാപ്പാഠം പഠിക്കുക എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നമായിരിക്കുന്നു. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഒരു ശാസ്ത്രശാഖയാണ് ബ്രെയിൻ പവർ ടെക്നിക്സ് എന്നാണ് ഇതിന് പറയുക. ബ്രെയിൻ പവർ ടെക്നിക്സ്. നമ്മുടെ തലച്ചോറിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഫോണുകളിൽ ഗെയിം ഡൗൺലോഡ് ചെയ്യുന്ന കുട്ടികളില്ലേ, കണ്ണി കണ്ട ഓരോ ജീവി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി അത് പൊട്ടി കഴിഞ്ഞ്. ഇതാണ് നമ്മുടെ കുട്ടികൾ കാണുന്നത്. നേരെ തിരിച്ച് നിങ്ങൾ ബ്രെയിൻ പവർ ടെക്നിക്കുകളോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാത്തമാറ്റിക്സിലും സയൻസിലും അതേപോലുള്ള പിക്ചറുകളിലുമൊക്കെയുള്ള സാധനങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. നിങ്ങൾ ഭയങ്കരമായിട്ട് ബോറടിച്ചിരിക്കുകയാണ്, ഇന്നിപ്പോൾ പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഒരു സാധനം വെച്ചിട്ട് ഒരു 5 ക്വസ്റ്റ്യനാണ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെമ്മറി ഫ്രഷായി മാറും. ഈ ഫ്രഷായി മാറുക എന്നുള്ളത് വളരെ പ്രധാനത്തോടു കൂടി നമ്മൾ കരുതേണ്ട ഒരു കാര്യമാണ്.
അതിന് നമ്മൾ MSMകാർക്ക് പടച്ചോൻ ചെയ്തു തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താണ്? സുബഹി ജമാഅത്താണ്. സുബഹി ജമാഅത്തിന് നമ്മൾ വീട്ടിൽ നിന്ന് പള്ളിയിൽ പോയി പള്ളിയിൽ നിന്ന് സുബഹി നിസ്കരിച്ച് വീട്ടിൽ വന്നാൽ മറ്റു വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നതിനേക്കാൾ 2.5-3 മണിക്കൂർ എക്സ്ട്രാ നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? മറ്റു വിദ്യാർത്ഥികൾ മുഴുവൻ 7 മണി വരെ കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്ക് 5:30 മുതൽ അല്ലെങ്കിൽ ഒരു 6 മണി മുതൽ 7-8 വരെയുള്ള സമയം നമുക്ക് പ്രൊഡക്റ്റീവായ ടൈം കിട്ടുന്നു. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ പറയുന്നത് ക്വാളിറ്റി ടൈമാണ് പ്രധാനം. കുറേ പഠിക്കുകയല്ല, പഠിക്കുന്ന സമയത്തിൻ്റെ ഗുണമേന്മയാണ് പ്രധാനം. വായിക്കടാ 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 എന്ന് പറഞ്ഞ കുറേ അമ്മമാരുണ്ടാവും. വായിച്ചുവിടുക. ഓരെ സംബന്ധിച്ചിടത്തോളം ബുക്കിന് മുമ്പിൽ ഇരുന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി, വെറുതെ ഇങ്ങനെ ഇരുന്നാൽ ഒരു ഹാപ്പിയാണ്. ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഒരു പാഠം പഠിക്കാൻ ഇതിലിപ്പോൾ എത്ര പോയിന്റ് ഉണ്ട്? ഒരു 8 പോയിന്റ് ഉണ്ട്. ഇത് പഠിക്കാൻ ഏകദേശം എത്ര സമയം വേണം? ഒരു 15 മിനിറ്റ് മതി. ആ 15 മിനിറ്റ് നമ്മളിങ്ങനെ നോക്കുക, ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ സൈഡിൽ എഴുതി വെക്കുക, ആ പോയിന്റ് നോക്കുക. 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കളിക്കാൻ പോയിക്കൂടെ? എന്തിനാ ഇപ്പൊ ഈ ബുക്കുമ്പോൾ തന്നെ ഇങ്ങനെ കെട്ടിയിടേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ സ്കൂൾ പഠിക്കണം മുഴുവൻ സാധനങ്ങളും കൂടി 2 മാസം കൊണ്ട് പഠിച്ചു തീരും. പിന്നെ എന്തിനാ 10 മാസം എന്ന് നിങ്ങൾക്ക് തോന്നും? സ്കൂൾ പഠിക്കണ ഏത് ക്ലാസ്സിലും ഡിഗ്രി തലത്തിൽ വരെയുള്ളത് 2 മാസം കൊണ്ട് പഠിച്ചു തീരാവുന്ന സാധനമേ സ്കൂളിൽ മൊത്തത്തിലുള്ളൂ. പിന്നെ എന്തിനാ 10 മാസം സ്കൂള്? അവിടുന്ന് പഠിക്കേണ്ട കുറേ സാമൂഹ്യമായ കാര്യങ്ങളുണ്ട്, അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹവർത്തിത്വമുണ്ട്, ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കേണ്ട ചില ഇടപാടുകൾ, ഇതൊക്കെ പഠിക്കാനാണ് ബാക്കി ഉള്ള 8 മാസം. അപ്പം ഈ പഠിക്കുന്ന സമയം ക്വാളിറ്റിയോട് കൂടിയുള്ള സമയമായി നമ്മൾ ഉപയോഗിക്കണം. ക്വാളിറ്റിയോടുള്ള സമയം എന്ന് പറഞ്ഞാൽ പഠിക്കുന്നത് 1 മണിക്കൂറാണെങ്കിൽ ആ 1 മണിക്കൂർ സമയം കൃത്യമായി വൃത്തിയായി വ്യക്തമായി പഠിക്കുക. സുബഹിക്ക് ശേഷം പഠിച്ചാൽ മതി. ആരാ നിങ്ങളോട് പറഞ്ഞ് രാത്രി 11 മണി വരെ 12 മണി വരെ ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ തിരിച്ച് സുബഹിക്ക് പള്ളിയിൽ പോയി സുബഹി മുതൽ സ്കൂൾ ബസ് വരുന്നത് വരെ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നത് വരെ അത് പഠിച്ചു കഴിഞ്ഞാൽ അപ്പം തീരേണ്ട പാഠങ്ങളേ ഉള്ളൂ. ഇത് നമ്മൾ പഠിക്കണം. ഇന്നലെ പഠിച്ചത് എന്ത് എന്ന് മാത്രമല്ല, ഇന്ന് മാഷ് എന്ത് പഠിപ്പിക്കുന്നു എന്നും കൂടി പഠിച്ചു പോയാൽ അധ്യാപകന്റെ ക്ലാസ് വളരെ ആനന്ദകരമായി നമുക്ക് തോന്നും. അപ്പൊ ഈ അധ്യാപകനോട് നമുക്ക് സംശയങ്ങൾ ചോദിക്കാൻ കഴിയും. നമ്മളൊന്ന് വായിച്ചു വന്നിട്ട് വെറുതെ ഒന്ന് മറിച്ച് നോക്കിയാൽ മതി. ഇന്ന് എടുക്കേണ്ട ചാപ്റ്റർ അടുത്ത ചാപ്റ്ററാണ്, അത് ഇന്ന സാധനം, വെറുതെ ഒന്ന് മറിച്ച് നോക്കിയാൽ മതി. അങ്ങനെയാകുമ്പോൾ അപ്ഡേറ്റായി വിദ്യാർത്ഥികൾക്ക് പോകാൻ പറ്റും. വൈകുന്നേരങ്ങളിൽ ഈവനിങ്ങുകളിൽ നമ്മൾ കുറച്ച് സമയമൊക്കെ കളിച്ച് ഫിസിക്കൽ എക്സസൈസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പള്ളിയിലേക്ക് തന്നെ പുസ്തകം എടുത്തുകൊണ്ട് വന്നാൽ MSMന്റെ മേഖലാ നേതാക്കന്മാർ, നമ്മളെ MSMലേക്കൊക്കെ പരിപാടിക്ക് കൊണ്ടുവരുന്ന ആൾക്കാർ, ഇവരെന്ത് ചെയ്യും? അവിടെ ഒരാളിരിക്കും, ഒരാൾ എപ്പോഴും മാറി മാറി ഇരുന്നാൽ മതി. ഇദ്ദേഹം നമ്മുടെ ചോദ്യങ്ങൾ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് തരും. നമുക്കൊരു ട്യൂഷൻ വലിയ പൈസ മുടക്കില്ലാതെ ഒരു ട്യൂഷൻ്റെ എഫക്റ്റും കിട്ടി. ഇങ്ങനെ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക നമ്മളോട് കുറേ ചോദ്യങ്ങൾ കുട്ടികൾ ചോദിക്കും. അത് ബുദ്ധിപരമായ ചോദ്യങ്ങളുണ്ടാകും, മതപരമായ ചോദ്യങ്ങളുണ്ടാകും, സാമൂഹ്യമായ ചോദ്യങ്ങളുണ്ടാകും. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം MSMകാരൻ കണ്ടെത്തേണ്ടത് ഇത്തരം സമ്മേളനങ്ങളിൽ വെച്ചാണ്, ഇത്തരം ക്യാമ്പുകളിൽ വെച്ചാണ്. നമ്മൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഞാനൊരു വിശ്വാസിയായി, അതിൻ്റെ കാരണങ്ങൾ എന്താണ്? ഇത് മദ്രസയിലെ അധ്യാപകരോട് നമ്മൾ ചോദിക്കണം, നമ്മളെ പരിപാടിക്ക് വരുമ്പോൾ പണ്ഡിതന്മാരോട് ചോദിക്കണം. അതിൽ നമ്മളെ സംശയങ്ങൾ തീർത്തുകൊണ്ട് നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ വിജ്ഞാനം നമുക്കൊരു ആനന്ദമായി മാറും. പഠിക്കണം, നമ്മൾ പഠിക്കേണ്ട കുറേ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ബ്രെയിൻ പവർ ടെക്നിക്കുകളെ കുറിച്ചാണ്. ഈ ബ്രെയിൻ പവർ ടെക്നിക്കുകൾ പല മെത്തേഡുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ തലച്ചോറിലേക്ക് കയറ്റാൻ പറ്റുന്ന ടെക്നിക്കുകളുണ്ട്. അത് നമ്മൾ പരമാവധി, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു എസ്സേ പഠിക്കണം, ഒരു വലിയ എസ്സേ പഠിക്കണം. അത് നമ്മൾ ഒരു ചെറിയ നോട്ടുകളായി അതിൻ്റെ പോയിന്റുകൾ 3-4 പോയിന്റുകളായി നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് നമുക്ക് എന്താക്കാം? ആ എസ്സേ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അതേപോലെയാണ് നമുക്കിതല്ലാത്ത കുറച്ച് കാര്യങ്ങൾ. ഒരു പദ്യം പഠിക്കണം. പദ്യം പഠിക്കാൻ ഇന്ന് ഏറ്റവും നല്ല നല്ല മെത്തേഡുകളുണ്ട്. നിങ്ങൾ ആ പദ്യം നിങ്ങളുടെ ഫോണിൽ വോയിസ് റെക്കോർഡറിൽ ഒരു വട്ടം ഉഷാറായിട്ടാണ് പറയുക, എന്നിട്ട് 3 വട്ടം നിങ്ങളത് കേട്ട് കഴിഞ്ഞാൽ പദ്യം പഠിച്ചു കഴിയും. അതിന് നമുക്ക് ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റും. ഈ പദ്യങ്ങൾ അതേപോലെ കാണാപ്പാഠം പഠിക്കേണ്ട സാധനം വോയിസ് റെക്കോർഡറിൽ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്ത് വെക്കുക. ഭക്ഷണം കഴിക്കണ നേരത്തോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കണ നേരത്തോ ഇത് 2-3 വട്ടം കേട്ട് കഴിഞ്ഞാൽ നമ്മളെ തലച്ചോറ് അത് പിടിച്ചെടുക്കും. ആവശ്യമുള്ളത് നമ്മൾ എഴുതിയെടുത്താൽ മതി. ഈ രൂപത്തിലേക്ക് നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മളെ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് കോമ്പറ്റീഷനുകൾ കൂടുകയാണ്.
കാരണം ഏറ്റവും മിടുക്കരായ ആൾക്കാരെ മാത്രം മതി എന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഈ മിടുക്കരായ ആൾക്കാരുടെ അടുത്തെത്തണമെങ്കിൽ നമ്മൾ മിടുമിടുക്കരായാലേ പറ്റുകയുള്ളൂ. അപ്പം നമുക്ക് അതിന് വേണ്ട കോച്ചിങ്ങുകൾ വേണം, അതിന് വേണ്ട സ്കൂളുകൾ വേണം. നമ്മുടെ സ്കൂളിൽ അതിന് സൗകര്യമില്ലെങ്കിൽ അതിൻ്റെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. ഇപ്പോൾ KNMന്റെ പല മദ്രസകളിലും സ്മാർട്ട് ക്ലാസ് റൂം എന്ന് പറയുന്ന ക്ലാസ് റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മദ്രസ ക്ലാസ് റൂമുകൾ വന്നിട്ടുണ്ട്. അപ്പം ഈ രൂപത്തിലേക്ക് സ്കൂളുകളിൽ നമുക്ക് സ്മാർട്ട് ക്ലാസ് റൂമുകളുണ്ട്. ഇത് എങ്ങനെ പഠിക്കണം എങ്കിൽ നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന, നമ്മളെ ഇതിൽ നിന്ന് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന പാട്ട്, കളി, സിനിമ, മറ്റ് സമയം കൊല്ലികളായ വിനോദങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. പ്രത്യേകിച്ച് ഈ സിനിമയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്ന 2 മണിക്കൂർ 2.5 മണിക്കൂർ സമയം കുറച്ചും കൂടിയും ആവശ്യമുള്ള ജനറലായ കാര്യങ്ങൾ നമ്മൾ വായിക്കാൻ തുടങ്ങിയാൽ നമുക്കതിൻ്റെ വ്യത്യാസം കിട്ടും. നമ്മൾ വായിക്കുക, പൊതുവായ പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയണം. പൊതുവായ വിഷയങ്ങളിൽ നമുക്ക് ധാരണകൾ ഉണ്ടാക്കണം. അതിനു വേണ്ടിയുള്ള ഇഷ്ടം പോലെ പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും നമുക്ക് നമ്മുടെ PDF-ലൂടെ ഓൺലൈനിൽ കിട്ടും. നമ്മളത് പഠിക്കണം. അതേപോലെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയ പഠനരംഗത്തും പാഠ്യരംഗത്തുമൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇന്ന് യൂട്യൂബുകളിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലുമുണ്ട്. അത് കണ്ടെത്തിക്കൊണ്ട് നമ്മൾ പഠനത്തിൻ്റെ രംഗത്തേക്ക് വരണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു MSMന്റെ ഉദ്ദേശം എന്താ? ഇത്തരം കുട്ടികളെ കണ്ടെത്തി അവരുടെ കഴിവുകൾ വളർത്തിയെടുത്ത് അവരെ മിടുമിടുക്കന്മാരായ നല്ല വിദ്യാർത്ഥികളാക്കി മാറ്റുക. അല്ലാതെ ഇത് കഴിഞ്ഞതിന് ശേഷം ISMന്റെ ഭാരവാഹിയാകണം, പിന്നെ ഭാരവാഹിയാകണം, അങ്ങനെ നാട്ടിൽ മുഴുവൻ സംഘടനാ പ്രവർത്തനം നടത്താനുള്ള ഒരു ടീമിനെ വളർത്തിയെടുക്കലല്ല MSM കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കലാലയ ജീവിതത്തിൽ വളരെ സ്മാർട്ടായി പ്രവർത്തിച്ചാൽ നിങ്ങൾ നല്ലൊരു മനുഷ്യനായി, നല്ലൊരു വിശ്വാസിയായി, മാതൃകാപരമായി നിങ്ങൾ സമൂഹത്തിൽ ജീവിക്കും. ആ മാതൃകയാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടത്. പ്രത്യേകിച്ച് ഇന്ന് മുസ്ലിം സമുദായത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റിയ മാതൃകകളില്ലാതെ പോയിരിക്കുന്നു. നിങ്ങളുടെ നാട്ടിൽ ഇപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ ഇന്ന ആള് പഠിച്ച് ഇന്ന കോഴ്സിന് ചേർന്നു, നല്ല പഠിക്കുന്ന ഒരാളാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അത്തരം ആൾക്കാർ, പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ നല്ല കള്ളുടിയും മറ്റു പരിപാടിയുള്ള ആൾക്കാരായിരിക്കും. നല്ല മാർക്ക് കിട്ടിയ ആളായിരിക്കും, സ്വഭാവം വളരെ മോശമായിരിക്കും. അപ്പൊ നമുക്ക് വേണ്ടത് നല്ല സ്വഭാവമുള്ള, നല്ല വിശ്വാസമുള്ള, നല്ല ധർമ്മനിഷ്ഠയുള്ള, അതോടൊപ്പം തന്നെ മിടുമിടുക്കരായി പഠിക്കുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയുമാണ് ആവശ്യം. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ പഠനരംഗത്ത് ഗൗരവമായ ഇടപെടലുകൾ നമ്മുടെ രക്ഷിതാക്കൾ നടത്തേണ്ടതുണ്ട്. പല കോണുകളിൽ നിന്നും ഇന്ന് വലിയ വലിയ പണ്ഡിതന്മാരുടെ ഫത്വ എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടികളെ അത്രക്ക പഠിപ്പിച്ചാൽ മതി എന്നുള്ള പഴയ ഖുറാഫി ചിന്തകൾ ചില ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട്. പഴയ ഖുറാഫികളുടെ അതേ രൂപത്തിൽ അത്രക്ക പെൺകുട്ടികൾ പഠിച്ചാൽ മതി, ഓളിഞ്ഞ് കുറച്ചാണ്ട് കഴിയട്ടെ, അല്ലെങ്കിൽ 10ാം ക്ലാസ് മതി, അത് കഴിഞ്ഞ ശേഷം ഇനി മതി, അല്ലെങ്കിൽ ഓള് പോയി കഴിയുകയാണെങ്കിൽ ഇനി പെൺകുട്ടികൾ മാത്രമുള്ള സ്കൂൾ ഉണ്ടെങ്കിൽ, പെൺകുട്ടികൾ മാത്രമുള്ള മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ അവിടെ ചേർത്തിയാൽ മതി എന്നുള്ള രൂപത്തിൽ ആളുകൾ ചിന്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ നമ്മുടെ പെൺകുട്ടികളിലൂടെ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുന്നു. കേരളത്തിലെ ഒരു പ്രഗത്ഭമായ മെഡിക്കൽ കോളേജിലെ ഒരു പ്രൊഫസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ പഠിക്കാൻ ചേർന്ന ഒരു പെൺകുട്ടി മുഖം മറച്ച്, കണ്ണു മറച്ച് ക്ലാസ്സിലേക്ക് വരുന്നു. അതുമാത്രമല്ല, പുരുഷ രോഗികളെ പരിശോധിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് ഈ കുട്ടിയെ അധ്യാപകനോട് പറഞ്ഞു. പരീക്ഷയ്ക്ക് വെക്കുമ്പോൾ പെൺകുട്ടികളെ വെച്ചാൽ ഞാൻ പരീക്ഷ എഴുതിക്കോളാം. മുഖം മറച്ച് ഈ രൂപത്തിലേക്ക് ഈ കുട്ടി വന്നിരിക്കുന്നു. ഞാൻ പറയുന്നത് അതിൻ്റെ മതപരമായ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാനല്ല, മറിച്ച് ഇതിലൂടെ കയറി വരുന്നൊരു ഖുറാഫാത്തുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികൾ പഠിക്കേണ്ട വീട്ടിലിരുന്നാൽ മതി, അല്ലെങ്കിൽ ദീനീബോധമാണെങ്കിൽ അതിൻ്റെ തീവ്രമായ സ്വഭാവങ്ങളിലേക്ക് പോയിക്കൊണ്ട് ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അധ്യാപകൻ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നുള്ള രൂപത്തിലേക്കൊക്കെ പോകുമ്പോൾ ഇദ്ദേഹം വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം. ഒന്നുകിൽ ഇവര് ഇതിന് സൗകര്യമുള്ള വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങളിലേക്ക് പോകുക, മതപരമായ പഠനം നടത്തുന്ന സ്ഥാപനങ്ങളിൽ. ഞാൻ മനസ്സിലാക്കിയത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപനങ്ങളിൽ പോലും ഈ മുഖം മറച്ച് ഇങ്ങനെയുള്ളത് ക്ലാസ് റൂമുകളിൽ അങ്ങനെ അനുവദിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ രൂപത്തിൽ കണ്ണും മറച്ച് മുഖവും മറച്ച് മെഡിക്കൽ കോളേജിൽ ആൺ രോഗികളെ പരിശോധിക്കാൻ പറ്റില്ല, അധ്യാപകൻ ക്ലാസ് എടുക്കാൻ പറ്റില്ല, ചോദ്യം നേരെ ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്ന വരട്ടു രീതികൾ
നമ്മുടെ സമൂഹത്തിലേക്ക് കയറി വരുന്നുണ്ട്. അതിനെതിരെ നമ്മുടെ MGMന്റെ പ്രവർത്തകർ കൃത്യമായ മതബോധത്തോടു കൂടി, കൃത്യമായ ധാർമ്മികതയോടു കൂടി ഇസ്ലാം മതം പറഞ്ഞു ഇങ്ങനെയാണ്, മറ്റു പറഞ്ഞ കാര്യങ്ങൾ ചില പ്രാദേശികമായി ചില പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ വരണം. നമ്മുടെ പെൺകുട്ടികൾ പഠനരംഗത്തേക്ക് വന്നിട്ടില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരേ സമയം രണ്ട് രൂപത്തിൽ പറയുന്നു. ഒരു ഖുറാഫി പ്രസംഗകന്റെ പ്രസംഗം കേട്ടത് മുസ്ലിം ഗൈനക്കോളജിസ്റ്റുകളുടെ അടുത്ത് മാത്രമേ മുസ്ലിങ്ങൾ പോകാൻ പാടുള്ളൂ എന്ന്. മുസ്ലിം ഗൈനക്കോളജിസ്റ്റ് അടുത്തുനിന്ന് ആൾ പറയുന്നു. അതിന്റെ വേറൊരു ആൾ പ്രസംഗിക്കുന്നത് ഒരിക്കലും മുസ്ലിം പെൺകുട്ടികളെ പഠിപ്പിക്കാൻ വിടരുത് എന്ന്. ഇത് രണ്ടും കൂടി എങ്ങനെ നടക്കുക? മുസ്ലിം പെൺകുട്ടികൾക്ക് പഠിക്കാനും പാടില്ല, ഗർഭമാകുമ്പോൾ മുസ്ലിം ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് പോകണം എന്ന് പറയുന്ന ഇരട്ടത്താപ്പാണ് ഖുറാഫികൾ പ്രചരിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കുറച്ചുകൂടി ബുദ്ധിപരമായി ആസൂത്രണത്തോടു കൂടി നമ്മുടെ കുട്ടി പഠിച്ച് നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സമുദായത്തിനും രാജ്യത്തിനും അതുകൊണ്ട് മെച്ചമുണ്ടാകും. ആ മെച്ചമുണ്ടാകണമെങ്കിൽ MSM പോലെയുള്ള സംഘടനയിലൂടെ പ്രവർത്തിക്കണം. ഇപ്പൊ കുറച്ച് വിദ്യാഭ്യാസവും കുറച്ച് അറിവും പക്വതയും ഒക്കെ ഉള്ള കുട്ടികളെ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ റാഞ്ചിയെടുക്കുന്നുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പല ക്യാമ്പസുകളിലും കുറച്ച് മതബോധമുള്ള ഒരു പയ്യനാണെങ്കിൽ അവനെ പിടിച്ചുകൊണ്ട് ഒന്നുകിൽ തസവുഫിന്റെ, സൂഫിസത്തിന്റെ, ത്വരീഖത്തിന്റെ രൂപത്തിലേക്ക് കൊണ്ടുപോയി അവന് ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത രൂപത്തിൽ പോകുന്നു. അതല്ലെങ്കിൽ ഇവനെ തീവ്രവാദിയാക്കാനും ഒരു ഭീകരവാദിയാക്കാനും ഇതിനു വേണ്ടിയിട്ടുള്ള യുദ്ധപ്പുറപ്പാടോടുകൂടിയുള്ള സംഭവങ്ങളും നടക്കുന്നു. അതിൻ്റെ ഇടയിൽ MSM പോലുള്ള സംഘടനകളുടെ സാന്നിധ്യം സ്കൂളുകളിലും കോളേജുകളിലും നിർബന്ധമാണ്. ഞാനൊരു MSMകാരനാണ്. എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ, എൻ്റെ സംഘടനയുടെ ആദർശം യഥാർത്ഥ ഇസ്ലാമാണ്. യഥാർത്ഥ ഇസ്ലാം ഭീകരതയ്ക്കെതിരെയാണ്, ഈ തസവുഫിനും ഇത്തരത്തിലുള്ള ഈ സുഹുദിനും എതിരാണ് എന്ന് പഠിപ്പിക്കുന്ന രൂപത്തിലേക്ക് MSM മാറിയാൽ നമുക്ക് ബുദ്ധിയുള്ള കുട്ടികളുണ്ടാകും, നമുക്ക് ദിശണയുള്ള വിദ്യാർത്ഥികളുണ്ടാകും. ഈ വിദ്യാർത്ഥികൾ പഠിച്ച് വളർന്ന് സമൂഹത്തിനും സമുദായത്തിനും മഹല്ലുകൾക്കും നേതൃത്വം നൽകുമ്പോൾ അവിടെ വലിയ വിപ്ലവം വരും. അതാണ് നമ്മൾ ഉദ്ദേശിച്ച നവോത്ഥാനം. നിങ്ങൾക്കറിയില്ല, മുജാഹിദ് പ്രസ്ഥാനം തുടക്കത്തിൽ തന്നെ ചെയ്തത് ഈ വിദ്യാഭ്യാസ രംഗത്താണ്. അരീക്കോട് പോലുള്ള പ്രദേശങ്ങളിൽ, തിരൂരങ്ങാടി പോലുള്ള പ്രദേശങ്ങളിൽ, നമ്മുടെ ഈ രണ്ടത്താണി പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട പണ്ഡിതന്മാർ അവർ നിന്നുകൊണ്ട് അവർ നടത്തിയ ദഅവത്ത്, അവരവരെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു, മദ്രസയിലേക്ക് പറഞ്ഞയച്ചു, കോളേജിലേക്ക് പറഞ്ഞയച്ചു. എന്തിനധികം ഒരു വീട്ടിൽ നിന്നും തന്നെ 2 PhDയും 3 PhDയും ഉള്ള ഡോക്ടറേറ്റ് വാങ്ങിയ ആൾക്കാർ വന്നു. അങ്ങനെയാണ് മുജാഹിദ് നവോത്ഥാനം വിദ്യാഭ്യാസ രംഗത്തിലൂടെ കേരളത്തിൽ വന്നത്. അതിൻ്റെ 2ാം തലമുറക്കാരോ 3ാം തലമുറക്കാരായ നമ്മൾ അതിൽ നിന്ന് പിറകോട്ട് പോയിക്കൊണ്ട് നമുക്ക് ആവശ്യം അറബി ഭാഷ മാത്രമാണ് എന്നോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യം അറബിയിലുള്ള ഇൽമുകൾ മാത്രമാണ് എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ അത് ഇത്തരം ഒരു സമൂഹത്തിന് എത്രമാത്രം ഗുണപ്രദമാകുമെന്ന് നമ്മൾ ആലോചിക്കണം. നമുക്ക് അറബി ഭാഷ പഠിക്കണം, ഖുർആൻ പഠിക്കണം, പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും കാര്യങ്ങൾ വിശദമായി നമ്മൾ പഠിക്കണം. അതിന് നമ്മൾ വേദികൾ ഒരുക്കുന്നുണ്ട്, സംവിധാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഭൗതിക രംഗത്ത് തിളക്കമാർന്ന ആരുടെ മുമ്പിലും കൊണ്ടു നിർത്താൻ പറ്റും. അവനൊരു MSMകാരനാണ്, അവൻ കോപ്പി അടിക്കില്ല. അവനൊരു MSMന്റെ വിദ്യാർത്ഥിയാണ്, അവൻ അധ്യാപകനെ ഗരാവോ ചെയ്യാനോ സമരം നടത്താനോ പോകില്ല. അവനൊരു MSMന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകനാണ്, അവനെ വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കാം, അവന് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്ന ആ ഒരു അടുപ്പം, ആ ഒരു ബന്ധം, ആ ഒരു കൂട്ടായ്മ നമ്മൾ നിലനിർത്തിക്കഴിഞ്ഞാൽ ഇഹലോകത്തും പരലോകത്തും നമുക്ക് കാര്യമുണ്ടാകും. ഈ MSMലേക്ക് വിടാതെ മക്കൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് വെറും കോച്ചിങ്ങിന് മാത്രം വിടുന്ന പാരൻസ് പല ആൾക്കാരും അറിയേണ്ടത്, ഇവരിൽ പലരും പ്രൊഫഷണൽ കോളേജുകളിൽ പോയാൽ കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും മദിരാക്ഷിയുടെയും ഒക്കെ അടിമകളായിക്കൊണ്ട് മാറുന്നത് അവസാനം അറിയുള്ളൂ. അവിടെ പോയി ഒക്കെ തിരിഞ്ഞു കളിച്ചതിന് ശേഷം അന്യമതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കയ്യും കുടിച്ചുകൊണ്ട് ഉമ്മ ഇതാണ് എൻ്റെ ജീവിത പങ്കാളി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. വൈലക്ക ആമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പാരൻസ് പറയുന്നതായി ഖുർആൻ പറയുന്നുണ്ട്. നശിച്ചു പോട്ട മോനെ, നീ ഒന്ന് വിശ്വസിക്കടാ എന്ന് പറയുമ്പോഴാണ് ഈ കുട്ടി പറയാ ഇൻഹാദ ഇല്ല അസാത്തീറുൽ അവലി. ഇതൊക്കെ ഒരു തരം പഴഞ്ചൻ കഥ അല്ലേ? നിങ്ങൾ ഇപ്പോൾ ഇതൊക്കെ പറയാൻ നിൽക്കുകയാണോ? ഈ പറയുന്ന 21st സെഞ്ചുറിയിലുള്ള 4Gയോടാണോ നിങ്ങൾ ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് മക്കൾ മാറും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കള് അല്ലെങ്കിൽ മുതിർന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളും നിങ്ങളുടെ വിദ്യാർത്ഥികളും നിങ്ങളുടെ അനിയന്മാരും അനിയത്തികളും MSMന്റെയും MGMന്റെയും പ്രവർത്തകരായി മാറുക, അനുഭാവികളായി മാറുക. ഇതിൻ്റെ കൂടെ കൂടിയാൽ
നിങ്ങളുടെ ദീനും ദുനിയാവും നഷ്ടപ്പെടില്ല എന്ന് ജീവിതം കൊണ്ട് ഞങ്ങൾക്കൊക്കെ ഉറപ്പ് വരാൻ പറ്റും. നമ്മളെപ്പോലുള്ള ആൾക്കാർ, ഇപ്പോൾ മജീദ് സ്വലാഹിയെ പോലെയുള്ള ആൾക്കാർ, സമൂഹത്തിൻ്റെ പല മേഖലകളിൽ പല ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ MSMലൂടെ വളർന്നു വന്ന് MSMൻ്റെ നേതൃത്വത്തിലെത്തി പിന്നെ ISMലെത്തിയ ഒരുപാട് ആൾക്കാരെ നമുക്ക് ജീവിതം കൊണ്ട് കാണിച്ചു തരാൻ പറ്റും. അവരുടെയൊന്നും ഭൗതിക ജീവിതത്തിനോ ആത്മീയ ജീവിതത്തിനോ ധാർമ്മികതക്കോ ഈ പറയുന്ന രൂപത്തിലുള്ള ഒരു ചട്ടക്കൂടുകൾ ഉണ്ടായതുകൊണ്ട് അവർക്കൊരു നഷ്ടവും വന്നിട്ടില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് മാർക്ക് നഷ്ടപ്പെടുമെന്നോ അവസരങ്ങൾ നഷ്ടപ്പെടുമെന്നോ ഒറ്റപ്പെടുമെന്നോ ഒന്നും കരുതി MSMൽ നിന്നോ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നോ മാറി നിൽക്കേണ്ടതില്ല. കൂടെ നിന്നാൽ നമുക്ക് സഹായിക്കാനും സഹകരിക്കാനും സമുദായത്തിൽ നിന്ന് ഒരുപാട് കൈകൾ വരും. അത്തരം വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനും സ്കോളർഷിപ്പ് കൊടുക്കാനുമുള്ള പദ്ധതികൾ MSMന് ഒരുപാട് കാലമായുമുണ്ട്. പഠിക്കാൻ മിടുക്കനാണ്, ഫീസ് കൊടുക്കാൻ സംവിധാനമില്ല, ഹോസ്റ്റലിൽ പ്രയാസങ്ങളുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി MSMന്റെ സ്കോളർഷിപ്പ് സംവിധാനങ്ങളുണ്ട്. ഇവരെ പിടിച്ചുയർത്താൻ വേണ്ടി ഇസ്ലാഹി സെന്ററുകൾ അടക്കമുള്ള ഇപ്പോൾ സമദ് സാഹിബ് ഇവിടെ ഉണ്ട്. ഇസ്ലാഹി സെന്ററിൻ്റെ ഒക്കെ സേവനത്തോടു കൂടി നമ്മൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ സന്ദേശത്തിൻ്റെ വാഹകരാകാനും പ്രവർത്തകരാകാനും നല്ല MSMകാരായിക്കൊണ്ട് നല്ല വിദ്യാർത്ഥികളായി ഈ സമൂഹത്തിന് സേവനം ചെയ്യാൻ സാധിക്കുന്ന നല്ല കുട്ടികളാകാൻ നിങ്ങൾക്കേവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. ഈ ഒത്തുചേരൽ ഒരു സ്വാലിഹായ അമലായി പടച്ചവൻ സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വലുതും ചെറുതുമായ പാപങ്ങൾ അവൻ അവൻ്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതൽ അലീമുൽ ഹകീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.